റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വാർഷിക പരീക്ഷ 2026 4 നാളെ നടക്കാൻ പോകുന്ന താരീഖിൻ്റെ മോഡൽ പേപ്പറാണ് നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ താരീഖിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ക്വിസ് ചോദ്യങ്ങളുണ്ട്, അത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഓരോ ദിവസവും വരുന്ന അപ്ഡേറ്റുകൾ അറിയണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. വലതുഭാഗത്ത് കൊടുത്തിട്ടുള്ള വരിയുമായിട്ട് യോജിച്ചത് ഇടതുഭാഗത്ത് കാണാം. അതെന്ത് ചെയ്യണം? യോജിപ്പിച്ച് കൊടുക്കണം. അതിലൊന്ന് ഹിജ്റ. ഹിജ്റ എന്നതിന് യോജിച്ചത് ഇടതുഭാഗത്ത് കാണാം. അതിന് യോജിച്ചത് ഇവിടെ കാണാം, സൗർ ഗുഹ. സൗർ ഗുഹ അതാണ് യോജിച്ചത്. ഇനി 2 മസ്ജിദുൽ അഖ്സ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ കാണാം, ഫലസ്തീൻ. ഫലസ്തീനിലാണ് മസ്ജിദുൽ അഖ്സ. 3 ഒന്നാം അഖബ ഉടമ്പടി. ഒന്നാം അഖബ ഉടമ്പടി നടന്നത് നുബുവത്തിൻ്റെ 12ാം വർഷമാണ്. നുബുവത്തിൻ്റെ 12ാം വർഷം. 4 രണ്ടാം അഖബ ഉടമ്പടി. രണ്ടാം അഖബ നടന്നതോ നുബുവത്തിൻ്റെ 13ാം വർഷത്തിലാണ് രണ്ടാം അഖബ ഉടമ്പടി നടന്നത്. 5 ഉപരോധം. എത്ര വർഷമാണ്? 3 വർഷം. ഉപരോധം 3 വർഷം. ഇനി 6 നജാഷി. നജാഷി രാജാവ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് അസ്ഹേമ. ഒന്നാമത്തെ പ്രവർത്തനം മുഴുവനായി. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കാം എന്നുള്ളത്. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1 അവർക്ക് മക്കയിലെ വിവരങ്ങൾ എത്തിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഡാഷ്. ആരാണ്? അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആയിരുന്നു. 2 ഇനാമിൽ കണ്ണുവെച്ച് അവരിൽ പലരും തിരഞ്ഞു ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഇനാമിൽ കണ്ണുവെച്ചു അവരിൽ പലരും തിരഞ്ഞു സൗർ ഗുഹയുടെ അടുത്തുവരെ എത്തി. 3 ഡാഷ് തൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. അവിടെ ചോദിച്ചത് എന്താണ്? അലി റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. 4 ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ തങ്ങളെയും അനുയായികളെയും ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ താങ്കളെയും അനുയായികളെയും ഞങ്ങൾ സംരക്ഷിക്കും. ഇനി അടുത്ത പ്രവർത്തനം എണ്ണം എഴുതാം എന്നുള്ളതാണ്. എണ്ണം എഴുതി കൊടുക്കുക. 1 എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ. അതിൽ എണ്ണം എഴുതണം. സ്ത്രീകളും പുരുഷന്മാരും വേർതിരിച്ച് എഴുതി കൊടുക്കണം. ആദ്യ തവണ ഹിജ്റ പോകുമ്പോൾ ഉണ്ടായിരുന്നത് 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ്. 3 ഹിജ്റയിൽ എത്ര ദിവസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബായിൽ എത്തിച്ചേർന്നു? എത്ര ദിവസം എടുത്തു ഖുബായിൽ എത്തിച്ചേരാൻ? അത് 8 ദിവസമാണ്. 8 ദിവസം. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1 രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത മദീനയിലെ പ്രധാന കുടുംബങ്ങൾ ഏതെല്ലാം? പ്രധാന കുടുംബങ്ങൾ 2 എണ്ണമാണ്. 1 ഔസും മറ്റൊന്ന് ഖസ്റജും എന്നീ കുടുംബങ്ങളിൽ നിന്ന്. ഇനി 2 ഇസ്ര എന്നാൽ എന്ത്? ഇസ്ര എന്ന് പറയുന്നു എന്തിന്? ഇസ്ര എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി മസ്ജിദുൽ അഖ്സയിൽ എത്തിയത്. ഇതിനാണ് ഇസ്ര എന്ന് പറയുക. ഈ യാത്രക്ക് മസ്ജിദുൽ ഹറമിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആ രാത്രി തന്നെ മസ്ജിദുൽ അഖ്സയിൽ എത്തിയതിനാണ് ഇസ്രാ എന്ന് പറയാം. 3. തായിഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം എത്രയാണ്? ഏകദേശം 91 കിലോമീറ്ററാണ്. മക്കയിൽ നിന്നും ഏകദേശം 91 കിലോമീറ്ററാണ് ത്വായിഫിലേക്കുള്ളത്. ഇനി അടുത്ത ചോദ്യം 4. ഹിജ്റ എത്രാം വർഷമാണ് നജാഷി രാജാവ് വഫാത്തായത്? ഹിജ്റ 9-ാം വർഷം. 5. നുബുവത്തിൻ്റെ 5-ാം വർഷം റജബ് മാസത്തിലായിരുന്നു. ഇത് ഏത്? നുബുവത്തിൻ്റെ 5-ാം വർഷം റജബ് മാസത്തിൽ. അത് എത്യോപ്യയിലേക്കുള്ള ഹിജ്റയാണ്. ഇനി അടുത്ത പ്രവർത്തനം ആര് പറഞ്ഞു? 1. അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. ഇതാര് പറഞ്ഞ? ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞതാണ്. 2. അരുത്, അങ്ങനെ ചെയ്യരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞതാണ്. 3. ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ ആയുധവുമായി വീട് വളയുക. ഇതാരുടെ ഐഡിയ ആയിരുന്നു? അബൂജഹലിൻ്റെ അഭിപ്രായമായിരുന്നു. അവസാനത്തത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. എന്തതിൻ്റെ അർത്ഥം എന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അർത്ഥം പഠിച്ചു വെക്കണം. ഇതാര് പറഞ്ഞതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.